കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭയ്ക്ക് സമാനമായ യോഗം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് രജത ജൂബിലി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. 14ാം പഞ്ചവത്സര പദ്ധതിയുടെയും 2026-27 വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെയും ഭാഗമായാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭയ്ക്ക് സമാനമായ പ്രത്യേക യോഗം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ രജത ജൂബിലി ഹാളിൽ വെച്ച് നടത്തിയ യോഗത്തിൽ ബ്ലോക്കിന് കീഴിൽ വരുന്ന ഉദുമ, പള്ളിക്കര, പുല്ലൂർപെരിയ, അജാനൂർ, മടിക്കി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത യോഗം ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയായാലും അതിനാവശ്യമായ പദ്ധതികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ ഉൽപാദന മേഖലയിൽ കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത കൂട്ടുന്നതിനാവശ്യമായ കാര്യങ്ങൾ നൂതനമായ സാങ്കേതിക വിദ്യകളിലൂടെ നമുക്ക് ആ ഉൽപാദനക്ഷമത കൂട്ടുന്നതിനാവശ്യമായ പദ്ധതികൾക്കും നമ്മൾ രൂപം കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നല്ല സംയുക്ത പ്രോജക്റ്റുകൾ നമുക്ക് ഗ്രാമപഞ്ചായത്തുകളുമായി ആലോചിച്ചുകൊണ്ട് സംയുക്ത പ്രോജക്റ്റുകൾ തയ്യാറാക്കി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വികസന സെമിനാറിലേക്ക് പോകേണ്ടതുണ്ട്. 21-ാം തീയതിയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും നിങ്ങളുടെ കാര്യ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അതിൽ വന്നുകൊണ്ടി നമ്മുടെ വരുന്ന ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന പരിപാടികൾക്ക് അന്തിമ രൂപം നൽകിക്കൊണ്ട് നമുക്ക് പദ്ധതി DPCക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷനായി. മടിക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രകാശൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി, പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി കെ സവിത, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭന, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി വി രാധിക, കെ സബീർ, സുകുമാരി ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് ബഷീർ പാക്യാര, ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ബാലചന്ദ്രൻ മാസ്റ്റർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം മാധവൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ മഞ്ജുഷ പദ്ധതി വിശദീകരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളുടെ അവതരണവും നടന്നു. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH മുഹമ്മദ് ഹനീഫ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി VV ശശി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.